അഡ്മിഷന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട. നമ്മുടെ രൂപതയുടെ കീഴിലുള്ള സ്കൂളാ. ഈ കത്തുമായി അങ്ങ് ചെന്നാ മതി. സിസ്റ്ററോട് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ആ, നന്നായി വരും. മോനിച്ചാനിപ്പോ കൊയറി പാടാറൊന്നുമില്ലേ? ഓ, ഇപ്പൊ പഴയതുപോലൊന്നും അല്ലെന്നേ. ഒക്കെ സിനിമാ പാട്ട് പോലെ പിള്ളേർ പാടുന്നത്. ഓ ഹാ ഹീ ഹോ, ചോക്കൻ ആപ്പിൾ വീണിട്ട് കിടന്ന് വിളിക്കുന്നത് പോലെ. ആ 3 ലിറ്റർ. എന്താ ചെല്ലപ്പെണ്ണ, കാര്യങ്ങൾക്ക് വല്ല നീക്കി പോക്കോ ആയോ? ആ പ്രസിഡന്റ് കൈമലത്തി കാണിക്കുക. അതെങ്ങനാ ആത്മഹത്യ ചെയ്തവരുടെയൊക്കെ കിട്ടാക്കണം ഇപ്പൊ അവരുടെ വില കൂടാ. ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഉണ്ടല്ലോ ബോണസ്. ആ ഇനിയിപ്പൊ അതൊക്കെ ഉള്ളു മാറുന്നു. വല്ല വഴിയും തെളിഞ്ഞോ ചെല്ലപ്പണ്ണ? ഓ ഇല്ല, അവസാനം കഴിക്കാ പുന്നാര മോനെ ഒന്ന് കാണാൻ പോവാ. ഈ 100 രൂപ അവനല്ലയോ നീ കടവൊക്കെ വരുത്തി വെച്ചത്. തല്ലിപ്പൊളിച്ച് നടന്നേച്ച് ഇപ്പൊ ഒരു പട്ടത്തിപ്പടിനെയും കെട്ടി തൃശ്ശൂരെങ്ങാണ്ടുണ്ട്. ആ അതുവഴി ഗുരുവായൂരും ചോറ്റാനിക്കരയും ഒക്കെ ഒന്ന് കയറണം. ആ പാത്രം അവള് വന്ന് എടുത്തോളും കേട്ടോ. ആഹാ, സൂസമ്മയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നോ? അല്ല ചാക്ക് കെട്ടുമൊക്കെ ആയിട്ട് കണ്ട ദൂരയാത്രക്ക് പോവുക? അല്ല, പിള്ളേരെ സിറ്റിയിലെ സ്കൂളിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അതേതായാലും നന്നായി. അല്ല നിങ്ങൾ ഈ ട്രിപ്പിലില്ലേ? സ്ഥലമുണ്ടെന്ന് നോക്കാം. ആ ദേവച്ചേ കേറ് കേറ് കേറ്. ഭയങ്കര തള്ളാണല്ലോ. ആ ഞാൻ വരാൻ 2 ദിവസം വയ്യാല് എന്റെ വരം കൂടെ പറ്റി അവളെ ഒന്ന് ഏൽപ്പിച്ചേക്കണേ. പോട്ടെ പോട്ടെ. യുദ്ധയെ കൂടെ കയറി സിറ്റിയിൽ എത്തുമ്പോഴത്തേക്ക് ഈ കണക്കിന് പിള്ളേരെ ചള്ളി ചാടുമല്ലോ. ഓട്ടോ പുറത്ത് ഔട്ട് ഔട്ട് ഔട്ട്. എത്രയായി? 10. എല്ലാരും കാറിലും പത്രാസിലും ഒക്കെയാ വരുന്നേ. നമുക്കെന്നാ ചേച്ചാ പത്രാസിനൊരു കുറവ്? മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാലം വെച്ച് വേണം ആദ്യം കയറാൻ. ഇതാ എങ്ങോട്ടാ ഈ ചാക്കും കെട്ടുമൊക്കെ ആയിട്ട്? അങ്ങനെ മുടക്കില്ല, നിങ്ങൾ മുമ്പോട്ട് നടന്നു. അതെ, പുതുതായിട്ട് പിള്ളേരെ ചേർക്കുന്നത് എവിടെയാ? അതിനാണോ ഈ ചാക്ക് കെട്ട് ചുവന്നുകൊണ്ട് വന്നിരിക്കുന്നത്? അതിവിടെ അങ്ങാൻ വെച്ചട്ടെ, നേരെ അങ്ങോട്ട് ചെല്ലുമ്പോ ഓഫീസിൽ എഴുതി വെച്ച ബോർഡ് കാണാം. അവിടെ ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. അല്ല, ഇതും കൂടെ കൊണ്ടുപോകണം, ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കാനുള്ളതാ. ഇതെന്തുവാടോ ആ കെട്ടെന്ന് വെച്ചേ? വല്ല ബോംബാണോ നോക്കട്ടെ. ഏയ്, കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് വരുമില്ലയോ, സാറിനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നു. നല്ല ഒന്നാന്തരം നാടൻ കൊലയാ. ഇപ്പൊ നാടൻ കൊലയും കളിപ്പാ. അതിലും ഏതാണ്ട് മരുന്നൊക്കെ കുത്തിക്കേറ്റിക്കൊണ്ട് വരുന്നുണ്ടെന്നാ പറയുന്നത്. അയ്യോ, അത് പാണ്ടിക്കൊലയിലാ അമ്മച്ചി. ഇത് നല്ല ഒന്നാന്തരം പച്ചച്ചാണവും പച്ചലയിട്ട് ഉണ്ടാക്കിയതാ. എന്നാ വില വെച്ച് കൊടുക്കും? എന്താടോ ഇത്, ചന്തയോ? കണ്ണില്ല തനിക്ക്? ഇയാളെ പിടിച്ച് പുറത്താക്ക്. സോറി സിസ്റ്റർ, he is explaining banana. Idiot. Take him out of the compound. सुबह सुबह किधर से आए? लेके जाओ उधर से. ഇയാളിങ്ങനെ ചുമ്മാ ജാവോ ജാവോ പറഞ്ഞോണ്ടിരുന്നാലിങ്ങനെ ഇത് ഹെഡ് മാസ്റ്റർ കയ്യിൽ ദേഹത്തൊന്ന് വിടറോ. എന്നെ ജാമക്കലസിനെ കത്തം വന്നേ താണ്ടേ കാലത്ത് അതിഥുമായിട്ട് വന്ന് താൻ എന്റെ പണികളെടുത്ത് ആണ്ട് പിന്നെയും ജാവോ ജാവോ. ഇയാൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ, പിള്ളേരെ ചേർക്കുന്ന സ്ഥലത്ത് പോകാനാണോ? ചാമക്കലച്ചൻ വളരെ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ. ആ കത്തിലുണ്ട്. ടെസ്റ്റും അഡ്മിഷനും ഒക്കെ ക്ലോസ് ചെയ്തതാ. പക്ഷേ നിങ്ങളുടെ ഉത്സാഹവും ആത്മാർത്ഥതയൊക്കെ കാണുമ്പോ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. ഞാനും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റുകാരിയാ. പാരന്റ്സിന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി നല്ലവണ്ണം പഠിച്ചോണം കേട്ടോ. അല്ലെങ്കിലേ അടുത്ത വർഷം തീസ് തന്നങ്ങ് വിടും. നീയോ തലയാട്ടിയ പോരാ, നല്ലവണ്ണം പഠിച്ച ആരാകും? മിടുക്കി. സ്കൂൾ കോമ്പൗണ്ടില് കുട്ടികൾ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാവൂ. അത് വളരെ സ്ട്രിക്റ്റാ. വീട്ടിലും മാതാപിതാക്കൾ കുട്ടികളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നാ. അയ്യോ, ഞങ്ങൾക്ക് അതിനുള്ള പഠിപ്പും വിവരമൊന്നുമില്ല. അതിനിപ്പോ വലിയ പഠിപ്പും വിവരമൊന്നും വേണ്ട. 4ാം ക്ലാസ്സും ഗുസ്തിയുള്ള ആ ഗൂർക്ക വരെ ഇംഗ്ലീഷ് പറയും. അതാ വേണ്ടത്. ശരിക്കും കുട്ടികളാ നമ്മുടെ ഗുരു. അവരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാം. അപ്പൊ ചെന്ന് ഫീസ് അടച്ചോളൂ. ആ മോനിച്ച, അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ കൊലയും ചുമ്മിക്കൊണ്ട് വന്ന് വിഷമിക്കണമെന്നില്ല. വല്ല ശർക്കര വരട്ടിയോ ഉപ്പേരിയോ ആക്കി കൊണ്ടുവന്നാലും മതി കേട്ടോ.
ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ ബിൽ ഗേറ്റ്സ് തന്റെ സ്വത്തിന്റെ 85% ആതുര സേവനത്തിനായി ചെലവഴിക്കുന്നു. എന്നാൽ 1, 2, 10 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭാവന നൽകാനോ സഹായിക്കാനോ കഴിയുന്നുണ്ടോ? ഇല്ല, കാരണം നിങ്ങൾ ഒരു പണക്കാരനല്ല. പക്ഷേ നിങ്ങൾ പണക്കാരനല്ലെങ്കിലും അഭിമാനിക്കാം. സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ചെറിയ കുടുംബമുണ്ട് നിങ്ങൾക്ക്. വേനൽക്കാല അവധി കഴിഞ്ഞ് നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാൻ യൂണിഫോമും ബാഗും കുടയും വാങ്ങാൻ കടയിൽ കയറുമ്പോൾ അത് പിന്നെ മേടിക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കുടുംബത്തിലെ വാരിക്കൊരു ചെലവാക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ല. സുഹൃത്തെ, അതേ സുഹൃത്തെ, നിങ്ങളെ തന്നെ ഭാഗ്യദേവത നിങ്ങളെ പാടി വിളിക്കുകയാണ്. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിക്കുന്ന ധന്യ മുഹൂർത്തമാണ്. ഭാഗ്യദേവതയെ ജൂപ്പിറ്റർ ഭഗവാൻ കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ പേരിലെ അക്ഷരങ്ങളും ഹനുമാൻ എന്ന വാക്കുമായി സാമ്യമുണ്ട്, ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരും ജീവർഗീസ് പുണ്യാളനുമായി ബന്ധമുണ്ട്. അതെന്നാടി? ശരിയാ ചാച്ചാ, രണ്ടിലും മായും അവസാനം ഇന്നുമാണ്. ലക്ഷവും മാരുതിക്കാരും നിങ്ങൾക്ക് സ്വന്തം. അറച്ചത് കേട്ട പഠിച്ചത് കേട്ട അടുത്ത ആഴ്ച നറുക്കെടുക്കുന്ന ഗരുഡ ലോട്ടറിയുടെ പരസ്യ പ്രചാരണയോട് നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ്. ബമ്പറാണോ ഇത്? വെറും ബമ്പറല്ല ചേട്ടാ, സൂപ്പർ ബമ്പർ. ഞങ്ങൾക്ക് സൂപ്പറിന്റെ പരിപാടിയേ ഉള്ളൂ. വല്ല ഞഞ്ഞാ ലോട്ടറിയൊക്കെ അടിച്ചിട്ട് പിന്നെയും തണ്ടാ നടക്കണോ? ഒരു ടിക്കറ്റിന് എത്ര രൂപയാ? ഒരു ടിക്കറ്റിന് 10 രൂപ. ഗരുഡ സൂപ്പർ ബമ്പർ ലോട്ടറി. ഒരു ടിക്കറ്റ് 10 രൂപ മാത്രം. കിട്ടിയാ കിട്ടി, പോയാ പോയി. ഗരുഡ സൂപ്പർ ബമ്പർ ടിക്കറ്റ് 10 രൂപ മാത്രം. കിട്ടിയാ കിട്ടി, പോയാ പോയി. ഗരുഡ സൂപ്പർ 2 ടിക്കറ്റ് ഞാൻ. ഭാഗ്യദേവത പരീക്ഷിക്കരുത്. ചേട്ടൻ ഒരു ടിക്കറ്റ് എടുത്താൽ മതി. 2ാം സമ്മാനം വേറൊരു ചേട്ടൻ അടിക്കട്ടെ. പിന്നെ അതെ, എന്റെയും ഈ ഹനുമാന്റെയും പേരിന്റെ അവസാനം ഇന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞ? ഭാഗ്യം തരുന്നത് 2 കൈയും നീട്ടി അങ്ങ് വാങ്ങിയാ പോരെ? വെറുതെ അത് വന്ന വഴി തേടി പോണോ? മുതലേ അപ്പ ചാപ്പിടുകോ അപ്പുറം കൂടി എന്നല്ല. ഭാഗ്യദേവത നിങ്ങളെ മാടി വിളിക്കുകയാണ്. വിദേശ കുത്തക കമ്പനികളുടെ നുഴഞ്ഞുകയറ്റത്തിലൂടെ കേരളത്തിന്റെ സാംസ്കാരിക സമ്പദ്ഘടന ഒരു വശത്ത് തഴച്ചു വളരുകയാണെങ്കിൽ മറുവശത്ത് എല്ലാവരാലും വിസ്മരിക്കപ്പെട്ട് പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ പന്താടുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് ഇന്ന് മലയോര കർഷകർ. ഒരു കാലത്ത് കേരളത്തിൽ ഞങ്ങളിത് എവിടെല്ലാം ഇങ്ങനെ തപ്പി അവസാനം ഇവിടെ ആരോ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ സിറ്റിയിൽ പോയെന്ന്. വിഭാഗനാ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി പിള്ളേരെ കൊണ്ട് സ്കൂളിലേക്കായിരിക്കുമെന്ന്. പിന്നെ നമ്മുടെ ചെല്ലപ്പെണ്ണം പോയി. കാലത്ത് മോനെ കാണാൻ വേണ്ടി പോയതാ തൃശ്ശൂരിന്ന്. ജീപ്പിൽ വെച്ച് അറ്റാക്കായിരുന്നു. അറ്റായിട്ടൊന്നും അല്ലടാ, ചങ്ക് പൊട്ടിയാ മരിച്ചേ. വായിന്ന് ചോര എടുത്തിരുന്നു. എല്ലാം നെഞ്ചിലിട്ടോട്ട് നടക്കുമല്ലായിരുന്നു. ഞാൻ വരാൻ 2 ദിവസം വയ്യാലേ എന്റെ മരം കൂടെ വെട്ടി അവളെ ഒന്ന് ഏൽപ്പിച്ചേക്കണേ. ഈ ജപ്തിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ചോദിച്ചാ പുള്ളിക്കാരന് ഒരു കൂസലുമില്ല. ഈ വിഷമിക്കാണ്ടിരി ഒക്കെ ശരിയാവും എന്നുള്ള ധൈര്യമായിരുന്നു. എന്നാലും എന്റെ ആദ്യം കാണുമ്പോ പറയും, കടോ എഴുതി തള്ളാനായി നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ലെന്ന്. എന്നെ അറിയിക്കാണ്ട് എല്ലാം നെഞ്ചിലൊതുക്കിക്കൊണ്ട് നടക്കായിരുന്നെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞേ. കാലത്ത് ജീപ്പിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടതാ. ശരിക്കും ഞങ്ങളും ആ ജീപ്പിൽ കയറേണ്ടതാ. തള്ളു കണ്ടുകൊണ്ട് അങ്ങ് മാറിയതാ. തമാശക്കാണെങ്കിലും ചാച്ചൻ പറഞ്ഞതാ, ഈ ജീപ്പിൽ കയറിയ മനുഷ്യന്റെ ചള്ളു ചാടുമല്ലോ എന്ന്. 2 ദിവസം കണ്ടില്ലെങ്കിൽ മരം വെട്ടുന്ന കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചേച്ചാ ജീപ്പിൽ കയറി പോയത്. അതൊക്കെ ഇവിടെയും പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. ബക്കറ്റ് വരെ കഴുകി വെച്ചിട്ടുണ്ട്. കൊടയപ്പച്ചന്റെ പറമ്പിലെങ്ങാനും വെളുപ്പിന് കണ്ടാലേ കല്ലോ മടലോ വലിച്ചെറിഞ്ഞേക്കണോന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് പോയതാ. ആ മനുഷ്യരെ ഇന്ന് മുഴുവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട്. ഓ, മരണെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ഞങ്ങൾ അയൽക്കാരല്ലേ? അതൊരു കഷ്ടപ്പാട് വല്ലതും ആണോ? അവൻ കടുക്കളയിലോട്ട് പോ. എടി സൂസമ്മോ, നീ ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്ന് ആ കഞ്ഞി ഒന്ന് വളമ്പി കൊടുക്ക്. ഇവിടെ എല്ലാരും രാവിലെ തൊട്ട് ഉണ്ണാതെയും കുടിക്കാതെ ഇരിക്കുകയല്ലയോ. നേരം സന്ധ്യ ആകുന്നവരെ നിങ്ങൾ ആരെങ്കിലും വരട്ടെ എന്ന് കരുതി ഞങ്ങൾ കാത്തു. കൊള്ളി വെക്കേണ്ടവൻ തൃശ്ശൂരിൽ നിന്നും താമസം മാറി വേറെ എങ്ങാണ്ടോട്ട് പോയെന്ന് അറിഞ്ഞപ്പോ പിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സൂസമ്മോ, ഒന്നേന്ന് വിളമ്പടി. പിള്ളേര് ഉറക്കം പിടിക്കുന്നതിന് മുമ്പ് അവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്ക്. ചെല്ലുമോളെ. 2 ദിവസം കണ്ണ് ചെന്നിലേക്ക് കയറി പിടിച്ചോളും കണ്ട ഇത്തലും വള്ളിയൊക്കെ. ചില പിള്ളേരെക്കാളും കഷ്ടമായ യുദ്ധങ്ങളെ കാര്യം.
ഇനിയിപ്പോ പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ പോക്ക് തുടങ്ങിയാലേ ഈ പശുവും പറമ്പൊക്കെ ആര് നോക്കും? എന്റെ മോള് നോക്കും. ഏത് മോള്? എന്റെ സൂസമ്മ മോള്. അയ്യടാ, അങ്ങനെ ഇപ്പൊ സൂചിപ്പിക്കണ്ട. എനിക്ക് 2 കയ്യേ ഉള്ളൂ. അതിനാവശ്യത്തിന് പണിയുണ്ട്. പോരാത്തതിന് അടുക്കള ഭരണത്തിന് ഒരു അമ്മായി വന്നിട്ടുണ്ടല്ലോ. അവര് നാളെ മറ്റന്നാളെ കഴിഞ്ഞാൽ അങ്ങ് പോകത്തില്ലയോ? ആരുടെ കാര്യമാണ് ഞങ്ങളെ അങ്ങ് പറഞ്ഞു വിടാൻ തിടുക്കമായോ? അപ്പനും മോനും തമ്മിൽ സ്വരുമയിലായോ? കല്യാണക്കാരെയൊക്കെ ഉറപ്പിച്ചോ? അവിടെ ആരാണ്ട് ഇന്ന് പാര പണിഞ്ഞതാവും. പാരമണിയൊന്നും അല്ല മോനിച്ചായ, അവരേതോ ഓപ്പറേഷനിലൂടെ അങ്ങ് നാട് വിട്ടു. ഏതായാലും കല്യാണത്തിന് മുമ്പായത് ഭാഗ്യം. എന്തായാലും അപ്പന്റെ സങ്കടം മാറ്റാൻ ഇച്ചിരി മണ്ണ് വാങ്ങി കൊടുക്കാന്ന്. അത് കൊള്ളാം. ചാകാൻ കിടന്നാലും മണ്ണിനോടുള്ള പൂതി മാറുകയല്ലോ. ഏതാ വസ്തു? പൂതി കൊണ്ടൊന്നുമല്ല, നമുക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമ്പോഴല്ലേ. നമ്മുടെ ആ ചെല്ലപ്പണ്ണന്റെ റബ്ബറും തോട്ടം ഇല്ലയോ, അത് അവർക്ക് വിൽക്കാനുള്ള ഐഡിയ ഉണ്ടെന്ന് കേട്ടു. ജപ്തി നോട്ടീസുള്ള വസ്തു ഇല്ലയോ? അതെ. ഇനി ആരെങ്കിലും വാങ്ങിച്ചാൽ തന്നെ ബാങ്കുകാർ ആ പൈസ കൊണ്ട് അങ്ങ് പോകും. ചെല്ലപ്പണ്ണന്റെ മരണം ഒരു ആത്മഹത്യയാക്കി മാറ്റിയ ബാങ്കുകാർ കട എഴുതി തള്ളും. ആ ചേച്ചിക്ക് ഇച്ചിരി പൈസയും കിട്ടും. ബാങ്ക് മാനേജർ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ബുദ്ധി ആരുടെയാ? സാഹിബിന്റെ ആന്നോ? അവിടെ ഇതൊക്കെ പതിവാന്ന്. സുഷമോ, നീ പോയിട്ട് കഞ്ഞിവെള്ളം ഇങ്ങോട്ടേ കുടിക്കാൻ. മോരും വെള്ളം മതിയോ? എന്താന്ന് വെച്ചാ വെള്ളം ഇങ്ങോട്ടെ. മോനിച്ചോ, നീയും വാസു ദിവാകരൻ വിചാരിച്ച കാര്യം നടക്കും. ചെല്ലപ്പൻ വിഷം കഴിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരു മീറ്റിംഗ് കൂടണം. അതിന് ചെല്ലപ്പണ്ണം മരിക്കുമ്പോ ഞാൻ സ്ഥലത്തില്ലായിരുന്നല്ലോ. ഓ, അതൊക്കെ ആര് നോക്കാനാ? ഞാൻ അതിന്റെ ഒരു നല്ല ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തോളാം. കാര്യങ്ങളൊക്കെ അതിന്റെ മുറയ്ക്ക് നടന്നോളൂ. ഞങ്ങളായിട്ട് പറയാൻ നിന്നാ നമ്മുടെ നാട്ടുകാരല്ലേ വല്ലവത്തിന് സമ്മതിക്കുമോ? എടാ, നിനക്കൊള്ളെന്ന് വെച്ചാൽ ഇവനങ്ങ് തരും. കച്ചവടം നടക്കുവാണെങ്കിൽ നല്ലൊരു കമ്മീഷൻ ഞാൻ മോനിച്ചാലങ്ങ് തരും. ഓ, എനിക്കൊന്നും വേണ്ട. ആ പാവൻ ലളിത ചേച്ചിക്ക് എന്നതേലും കിട്ടിയാൽ മതിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞു. ഈ ചെവി അറിയല്ലേ? അല്ലെ പട്ടിയോട്ട് തിന്നത്തുമില്ല, പശുവിനോട്ട് തീറ്റിക്കത്തുമില്ല. എന്നതാ ചാച്ചാ പശു തിന്നാത്ത? ഓ, ഒരു പറൂക്കോള് വന്നിരിക്കല്ലേ.